ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം കൽദായ സുറിയാനി രൂപതയാണെന്ന് വരാപ്പുഴ അതിരൂപതയുടെ രേഖ. എല്ലാ രേഖകളും, ചരിത്ര രേഖകളും വിമതർക്കും മുന്നേറ്റക്കാർക്കും എതിരാണ്. എല്ലാ സഭാരേഖകളും വിമതർക്കും മുന്നേറ്റക്കാർക്കും എതിരാണ്. ഇതേക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ച ചില പരാതികൾ, ആ പരാതിക്ക് ഒരു മറുപടി പറയട്ടെ. അച്ഛന് പുതുതായിട്ടൊന്നും പറയാനില്ലേ? എല്ലാ ദിവസവും ഈ കുർബാന അവഹേളിച്ച കാര്യങ്ങൾ ആവർത്തിക്കുകയാണല്ലോ. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചവരുടെ പറയാനുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ കുർബാന അവഹേളിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് ഒരിക്കലൊക്കെ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആഴ്ചയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ. ചരിത്ര രേഖകളാണ് ഞാൻ ഹാജരാക്കിയത്. പാറേക്കട്ടിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി അതിരൂപതയാണെന്ന് അംഗീകരിച്ച രേഖയാണ് ഒന്ന്. പിന്നെ ലൂയിസ് പഴയപ്പറമ്പിൽ പിതാവിന് കൊടുത്ത മംഗളപത്രമാണ് മറ്റൊന്ന്. അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് കൽദായ സുറിയാനി അതിരൂപതയാണെന്ന് അംഗീകരിക്കുന്നതാണ് മറ്റൊന്ന്. ഇതെല്ലാം ചരിത്ര രേഖകളാണ്. അതെല്ലാം കുർബാന അവഹേളിച്ചതിനെ കുറിച്ചായിരുന്നില്ല. പിന്നെ അപ്പം എല്ലാ ദിവസവും ഒരേ കാര്യമല്ല പറയുന്നത്. പിന്നെ ഒരേ സംഭവം ഞാൻ പറയുമ്പോഴും ആവർത്തിക്കുകയല്ല. നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാകും അതിൻ്റെ വിവിധ ചക്രവാളങ്ങൾ, വിവിധ മാനങ്ങളാണ് ഞാൻ ഈ പറയണേ. ഒരേ സംഭവത്തെക്കുറിച്ച് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതിൽ വേറെ ചില പൊരുളുകളുണ്ട്, ധ്വനികളുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ഇതേക്കുറിച്ച് ഇത് സ്ഥിരമായി കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം ഇത് ഇന്നലെ പറഞ്ഞതിൻ്റെ ചില മുനകളും കൊണിച്ചങ്ങളും ഇല്ലേ, ചില കാര്യങ്ങളൊക്കെ വെളിച്ചത്തെ കൊണ്ടുവരാൻ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെന്ന്. വെറുതെ ആവർത്തിക്കുകയല്ല, ഒരേ സംഭവമാണ് പറയുന്നതെങ്കിലും. പിന്നെ അത് കൂടാതെ തിരുവചന യാത്ര, ലിറ്റേർജി, പഴനിയമ പഠനം, പുതിയ നിയമ പഠനം, മറിയം, പരിശുദ്ധ കന്യകാമറിയം, ജപമാല, ഇങ്ങനെ എത്ര വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കാൻ 100, 150, 200, 300 പേരേ ഉള്ളൂ. ബാക്കി ഈ പറഞ്ഞ ഈ 6000, 7000 പേർക്കും അത് കേൾക്കാം. ഈ കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ ദൈവശാസ്ത്രവും ലിറ്ററേച്ചറും ഒക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാകൂ. അപ്പോൾ എല്ലാ കാര്യവും ഒരു ദിവസം 3-4 വീഡിയോസ് ഉണ്ട്. അത് എല്ലാം വേറെ വേറെ വിഷയങ്ങളല്ലേ. അത് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധ കന്യകാമരത്തിനെതിരെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ കത്തോലിക്ക സഭ വിട്ടുപോയിരിക്കുന്നവർ പറയണേ. അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നില്ലേ? മറുപടി മാത്രമല്ലല്ലോ, മറിയത്തെ സ്നേഹിക്കാനുള്ള മാർഗങ്ങൾ, സ്നേഹിക്കുന്ന വിധം, ബൈബിൾ പഠിക്കുന്ന വിധം, ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിറ്റർജിയുടെ ഈ ക്യൂരിയോസിറ്റി, കൗതുകത്തിന് ഉത്തരം ഇല്ലേ, തൃപ്തിപ്പെടുത്ത കാര്യങ്ങൾ മാത്രം കേൾക്കാതെ ലിറ്റർജിയെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചും മറിയത്തെക്കുറിച്ചും പിന്നെ ഞായറാഴ്ച വായനകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ചിലതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എല്ലാം പുതുമയ്ക്ക് വേണ്ടിയല്ലല്ലോ. അതേസമയം പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന് അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ കേട്ടാൽ ഈ ആവർത്തനമുണ്ട് എന്നുള്ളൊരു പരാതി ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ഒരു സംഗതി, അതായത് എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി കത്തോലിക്ക സഭയുടെ രൂപതയാണെന്ന് വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക സഭാരേഖയിൽ കാണാം. ദ റോമൻ കാത്തലിക് ആർച്ച് ഡയസ് ഓഫ് വെറാപ്പൊളി. അങ്ങനെ നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഇത് ഇൻ്റർനെറ്റിലും കിട്ടും, അവരുടെ സൈറ്റിൽ കിട്ടും. ഞാനത് അവർ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് തന്നെ വായിക്കാം, എന്നിട്ട് ഞാൻ മലയാളം പറയാം. ഇതൊരു വരാപ്പുഴ ലത്തീൻ രൂപതയാണ്. ലത്തീൻ സഭയുടെ പരിപ്രേക്ഷ്യത്തിലുള്ള സംഗതിയാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. സുറിയാനിക്കാർ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല അത് മനസ്സിലാക്കുക. അത് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ എഴുതുന്ന പോലെ അല്ലോ ഇന്ത്യക്കാർ എഴുതുക. രണ്ട് വ്യത്യാസമുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ എഴുതിയിരിക്കുന്നതും ഇന്ത്യക്കാർ എഴുതിയിരിക്കുന്നതും ഒരേ സംഭവത്തെക്കുറിച്ച് 2 വീക്ഷണങ്ങളായിരിക്കും. ഈ വരാപ്പുഴ അതിരൂപത എഴുതിയിരിക്കുന്നത് ലത്തീൻ വീക്ഷണമാണ്. ലത്തീൻ വീക്ഷണം. നമ്മളതിൽ പല കാര്യങ്ങളും യോജിക്കില്ല. പക്ഷെ അതിനകത്ത് യോജിക്കാനുള്ള ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. ആ വീക്ഷണത്തെക്കുറിച്ച് വ്യത്യാസമുണ്ടെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വായിക്കാം. എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. എന്നാലും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഞാൻ മലയാളം പറയാം. ഇംഗ്ലീഷ്.
ദ റോമൻ കാത്തലിക് ആർച്ച് ഡയസ് ഓഫ് വെറാപ്പൊളി എന്നുള്ള ആ സൈറ്റിൽ കിടക്കുന്ന ഇംഗ്ലീഷ് മാറ്റർ വരാപ്പുഴ അതിരൂപതയുടെ. ദ ആർച്ച് ഡയസിസ് ഓഫ് വെറാപ്പൊളി ലൈസ് ഇൻ ദ സിവിൽ ഡിസ്ട്രിക്ട്സ് ഓഫ് എറണാകുളം ആൻഡ് തൃശൂർ of Kerala state. Since 1904, it has its headquarters in the corporation of Cochin. The Archdiocese of Verapolli was originally known as the Apostolic Vicariate of Malabar. It has its origins in 1657 with the arrival of Carmelite missionaries, most prominent among whom was Father Joseph of St. Mary, better known as Joseph Sebastiani. They had been deputed by Pope Alexander VII to effect reconciliation of St. Thomas Christians of the Syro-Chaldaic Rite, who had seceded from their archbishop, forsaking his authority by taking an oath for that purpose at the foot of the cross, thereafter called the Coonan Cross, situated in Mattancherry, had illegally made their archdeacon of the archbishop by going through a farcical ceremony. By the efforts of Sebastiani, a large number of seceders were brought back to the true fold. Nevertheless, they refused to be under the authority of their lawful archbishop or under any prelate of the Jesuit order known as the Paulists. Rome, being informed of the situation by Sebastiani in person, decided to entrust the Carmelites with the spiritual care of Syro-Chaldaic Rite. 2 പ്രാവശ്യമാണ് ഈ വരാപ്പുഴ അതിരൂപതയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ എറണാകുളം അങ്കമാലി ആ അതിരൂപതയെ സീറോ കൽദായ റീത്ത് എന്ന് വരാപ്പുഴ അതിരൂപതയുടെ രേഖയിൽ കിടക്കുന്നത്. ഞാൻ ഇതിന് ഇംഗ്ലീഷിൻ്റെ ഒരു പരിഭാഷ, മലയാള പരിഭാഷ ഒന്ന് പറയാം. കേരള സംസ്ഥാനത്തെ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നതാണ് വരാപ്പുഴ അതിരൂപത. 1904 മുതൽ ഇതിൻ്റെ ആസ്ഥാനം കൊച്ചി കോർപ്പറേഷന്റെ പരിധിക്കുള്ളിലാണ്. വരാപ്പുഴ അതിരൂപത മൗലികമായി അറിയപ്പെട്ടിരുന്നത് മലബാറിന്റെ അപ്പസ്തോലിക വികാരിയാത്ത് എന്നാണ്. 1657 കർമ്മലിത്ത മിഷനറിമാരുടെ വരവോടെയാണ് ഇത് ഉത്ഭവിച്ചത്. അവരിൽ പ്രമുഖനായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഫാദർ ജോസഫ്. അദ്ദേഹം പക്ഷേ കൂടുതൽ അറിയപ്പെട്ടിരുന്നത് ജോസഫ് സെബാസ്റ്റ്യാനി എന്നാണ്. കുരിശിന് താഴെ വെച്ച് വരാപ്പുഴ അതിരൂപതയുടെ അധികാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പിൻവാങ്ങിയ സീറോ കൽദായ റീത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ തിരികെ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ അലക്സാണ്ടർ 7 മാർപ്പാപ്പ നിയോഗിച്ചതാണ് ആ കർമ്മലീത്ത മിഷനറിമാരെ. അന്ന് മുതൽ കൂനൻ കുരിശ് സത്യം എന്നാണ് അത് അറിയപ്പെടുന്നത്. മട്ടാഞ്ചേരിയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ഒരു പ്രഹസനം എന്ന് വിളിക്കാവുന്ന നിയമാനുസൃതമല്ലാത്ത ഒരു ആചാരത്തിലൂടെ അവർ തങ്ങളുടെ ആർച്ച് ഡീക്കനെ വാഴിക്കുകയും ചെയ്തിരുന്നു. സെബസ്റ്റ്യാനിയുടെ പരിശ്രമ ഫലമായി പിരിഞ്ഞു പോയവരിൽ വളരെ പേരെ തിരികെ അജഗണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എങ്കിലും നിയമാനുസൃത മെത്രാപ്പോലിത്തയുടെയോ പൗളിസ്റ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ഈശോ സഭക്കാരുടെയോ കീഴിലായിരിക്കാൻ അവർ വിസമ്മതിച്ചു. ഇതേക്കുറിച്ച് സെബസ്റ്റ്യാനി നേരിട്ട് റോമായെ അറിയിച്ചതിൻ്റെ ഫലമായി സീറോ കൽദായ റീത്തിന്റെ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ കർമ്മലീത്ത മിഷണറിമാരെ റോമ നിയമിച്ചു. ഇതാണ് വരാപ്പുഴ അതിരൂപതയുടെ സൈറ്റിൽ കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. അതായത് 1657 ഈ വരാപ്പുഴ അതിരൂപത നിലവിൽ വരുന്നത്. 1657. 1653 4 കൊല്ലം മുമ്പാണ് കൂനൻ കുരിശ് സത്യം. കൂനൻ കുരിശ് സത്യത്തിൽ നമുക്കറിയാം. അതായത് നമ്മളെ സീറോ മലബാർ സഭയെ ലത്തീനീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് 1599 ഉദയംപേര് സൂനോദോസ് വിളിച്ചു കൂട്ടി. ലത്തീൻ അല്ലാത്തതെല്ലാം നെസ്റ്റോറിയൻ എന്നതായിരുന്നു അന്നത്തെ ഒരു അവരുടെ വിചാരം. ലത്തീൻ അല്ലാത്തതെല്ലാം നെസ്റ്റോറിയൻ, പാഷാണ്ഡത. അങ്ങനെ ആരോപിച്ച് നമ്മൾ കുരിശ് വരയ്ക്കുന്നത് ഇല്ലേ, നമ്മൾ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോഴും വരയ്ക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ പിതാവിൻ്റെയും പുത്രനെയും വയ്ക്കുമ്പോൾ വലത്ത് വശത്തോട്ട്, ഇപ്പം ഞാൻ വലത്ത് വശം വയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഇടത്തായിരിക്കും, പക്ഷെ വലത്താണ്. അതായത് പിതാവിൻ്റെയും സ്വർഗം തൊട്ട് ഭൂമി വരെ, നെയ്വന് വരെ പിതാവിൻ്റെയും
പുത്രൻ്റെയും വലത്തുവശം എന്ന് പറയുന്നത് പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ വലത്തുവശത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വലത്തോട്ട് പോയി പിന്നെ ഇടത്തോട്ട് പരിശുദ്ധാത്മാവിൻ്റെയും ഇങ്ങനെ തൃത്വത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന ആളുകൾ തൃത്വം കൊണ്ട് കുരിശ് വരയ്ക്കുക. പക്ഷേ അവർ കുരിശ് വരയ്ക്കുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അപ്പം നമ്മൾ തെറ്റാണെന്ന് അവർ വിചാരിച്ചു. ഇതിന് ദൈവശാസ്ത്രത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. അതിനേക്കാൾ ഈ ഇടത്തുനിന്ന് വലത്തോട്ട് വരയ്ക്കുന്നതിനേക്കാൾ എത്രയോ ആഴമേറിയ ദൈവശാസ്ത്രമാണ് ഈ വലത്താണ് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് വലത്തുണ്ടോ ഇടത്തുണ്ടോ അതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം വായിക്കുക, ഈ നസ്രത്തിൽ യേശു എന്നുള്ള ഗ്രന്ഥത്രയം വായിക്കുക. അവിടെ ഈ പിതാവിൻ്റെ വലത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൈബിൾ എഴുതിയത് വലത്ത് വശം എന്നാണ്. അപ്പോൾ ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, അത് കാണിക്കുകയും ചെയ്യുന്നു. വചനം ചെയ്ത് കാണിക്കുകയാണ്. വചനം പറയുക മാത്രമല്ല, ചെയ്ത് കാണിക്കുന്നു, പ്രവർത്തിച്ച് കാണിക്കുന്നു. അതൊരു ആരാധനയാണ്, ഒരു സ്തുതിപ്പാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് അതെല്ലാം പാഷാണ്ഡതയാണ്, നെസ്റ്റോറിയം പാഷാണ്ഡതയാണെന്ന് കരുതി നമ്മളെ കത്തോലിക്ക സഭയിലാക്കാൻ എന്നുള്ള മട്ടിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ മുഴുവനല്ല കുറേ കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കി. കുർബാനയിൽ പല മാറ്റങ്ങളും വരുത്തി. അതെല്ലാം തിരുത്തിയിട്ടാണ് 1962 നമ്മൾ കുർബാന ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ ലത്തീനീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു. അതാണ് കൂനൻകുരിശ് സത്യം. അതിനുശേഷം 1657, അതായത് കൂനൻകുരിശ് സത്യം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ കർമ്മലത്തെ മിഷണറിമാർ വന്നു. നമ്മൾ ഈ ലത്തീനീകരണം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് അവർക്ക് തോന്നുന്നത് മാർപ്പാപ്പയെ അംഗീകരിക്കില്ല എന്ന മട്ടിലാണ്. അപ്പം നമ്മളെ ലത്തീൻ സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വരാപ്പുഴ അതിരൂപതയുടെ ലക്ഷ്യമായിരുന്നത്. അവിടെയൊക്കെ പറയുന്നത് എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ എറണാകുളം രൂപത, അതുപോലെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് സീറോ കൽദായ റീത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ. സീറോ കൽദായ റീത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് പറയണേ. സീറോ കൽദായ റീത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ കർമ്മലിത്ത മിഷണർമാരെ നിയമിച്ചു. അങ്ങനെ അവർ വരാപ്പുഴ അതിരൂപത തുടങ്ങിയതാണ്. അപ്പോൾ ഈ ആരാണ് സീറോ കൽദായ റീത്ത് എന്ന് പറഞ്ഞാൽ? സീറോ മലബാർ സഭ. അതിൽ സീറോ എന്ന് പറയുന്നത് സുറിയാനി എന്നാണ്. സിറിയയിൽ നിന്ന് വന്നവർ എന്നല്ല, സുറിയാനി എന്നാണ്. അപ്പോൾ ഈ സീറോ മലബാർ സഭ എന്നല്ലേ എറണാകുളത്ത് ഉപയോഗിക്കുന്നത്? ആ സീറോ സുറിയാനി അല്ലേ? എന്നിട്ടെന്ത് സുറിയാനോട് ഇത്ര അവർക്ക് അലർജി? ഇത് വരാപ്പുഴ അതിരൂപതയുടെ സൈറ്റിൽ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. സീറോ മലബാർ സഭയെ അവർ വിളിച്ചിരുന്നത് സീറോ കൽദായ റീത്ത് എന്നാണ്. സീറോ കൽദായ കത്തോലിക്ക സഭയാണ് സുറിയാനി കത്തോലിക്ക സഭ. അതുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരെ, മുന്നേറ്റക്കാരെ, സകല രേഖകളും നിങ്ങൾക്കെതിരാണ്. സകല രേഖകളും, ചരിത്രപരമായി സകല രേഖകളും, സഭാ സംബന്ധിച്ചുള്ള സകല രേഖകളും നിങ്ങൾക്ക് എതിരാണ്. നമ്മുടെ ഈ സഭ, സീറോ മലബാർ സഭ, മാർത്തോമ നസ്രാണികൾ പൗരസ്ത്യ സുറിയാനിയാണ് ആരാധനക്രമത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്ന കാരണം കൊണ്ട് കൽദായ സഭ എന്നാണ്, കൽദായ സുറിയാനി കത്തോലിക്ക സഭ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എറണാകുളത്തുള്ള ചില ചോദിക്കും, ഈ കൽദായവൽക്കരണം ഉണ്ടായതൊക്കെ 4-ാം നൂറ്റാണ്ടിലല്ലേ? അതിനു മുമ്പ് മലയാളത്തിലായിരുന്നില്ലേ കുർബാന? ആണോ? അങ്ങനെയാണോ? എന്നാണ് മലയാളം ഉണ്ടായത്? 8-ാം നൂറ്റാണ്ടിൽ അല്ലേ? ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിലല്ലേ മലയാളം ഉണ്ടായത്? എഴുത്തച്ഛനെയാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കണേ. അപ്പോൾ ഈ 8 നൂറ്റാണ്ട് കേരളത്തിൽ മലയാളം ഉണ്ടായിരുന്നോ? കരിംതമിഴാണ് ഉണ്ടായിരുന്നത്, തമിഴ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ആരാധന തമിഴിലായിരുന്നോ? അല്ല. മലയാളത്തിലായിരുന്നോ? അല്ല. 1962 മലയാളത്തിലായത്. അതിനു മുമ്പ് സുറിയാനിയിലായിരുന്നു. എന്തുകൊണ്ട്? തോമാസ് ലീഗ സുറിയാനി ഇല്ലേ? അവിടെ നിന്നാണ് വന്നത്. ഈ പാശ്ചാത്യ സുറിയാനി, പൗരസ്ത്യ സുറിയാനി, അരാമി എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ കുടുംബമാണ്. സീറോ ഫിനീഷ്യൻ സ്ത്രീ ഇല്ലേ? സീറോ ഫിനീഷ്യൻ സുറിയാനി സംസാരിക്കുന്ന സ്ത്രീ. ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നില്ലേ മർക്കോസിനെ സംബന്ധിച്ചിട്ട് 7-ാമത്തെ അധ്യായത്തിൽ? ആ സുറിയാനി ഭാഷ അപ്പോൾ തോമസിനെയും കൂടി ഇല്ലേ? ആ തോമാസ് ലീഗ വന്നത് കൊണ്ടാണ് നമ്മുടെ സഭയുടെ ഇല്ലേ, സഭ സ്ഥാപിച്ചത് കൊണ്ടാണ് നമുക്ക് ആരാധനയുടെ ഭാഷയിൽ സുറിയാനി കിട്ടിയത്. അന്ന് മുതലുള്ളതാണ്. അന്ന് മുതൽ 1962 വരെ സുറിയാനി ഭാഷയിലാണ് കുർബാന, സുറിയാനി ഭാഷയിൽ ലിറ്റർജി, മറ്റു കൂതാശകളൊക്കെ. അതുകൊണ്ട് കൽദായ സുറിയാനി എന്ന് പറഞ്ഞാൽ കൽദായ നാട്ടിൽ നിന്ന് വന്നവർ എന്ന് മാത്രമല്ല അർത്ഥം. അങ്ങനൊരു പിന്നീട് നമുക്ക് രണ്ടും ഒരേ അപ്പസ്തോലന്റെ സഭയായതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രഥമമായി നമ്മൾ കൽദായ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്നതിന് കാരണം
ലിറ്റർജി കൽദായ സുറിയാനി എന്ന് പറയുന്ന സുറിയാനി ഭാഷ ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ്. ഈ കൽദായ സുറിയാനി കത്തോലിക്കരായി നമ്മെ വീണ്ടും കൽദായവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? കൽദായവൽക്കരണം അത് പൗത്തിൽ പിതാവിൻ്റെയും ആലഞ്ചേരി പിതാവിൻ്റെയും മാണിപ്പറമ്പിലച്ചൻ്റെയും അജണ്ടയാണെന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ കൽദായ സുറിയാനി കത്തോലിക്കരാണ്, പിന്നെ കൽദായവൽക്കരിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ ഈ കൽദായ സുറിയാനിയുടെ പല പാരമ്പര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് കൽദായവൽക്കരണമല്ല, നമ്മൾ കൽദായ സുറിയാനി കത്തോലിക്കരാണ്. എല്ലാ രേഖകളും അങ്ങനെ പറയുന്നത്. അതിൽ നഷ്ടപ്പെട്ടു പോയി നമ്മൾ വീണ്ടെടുക്കുന്നു. എല്ലാം വീണ്ടെടുക്കേണ്ട കാര്യമില്ല, ചിലതെല്ലാം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചരിത്രമോ ദൈവശാസ്ത്രമോ ലിറ്റർജിയോ അത് വീണ്ടെടുക്കുമ്പോൾ അതിന് കൽദായവൽക്കരണം എന്ന് ആക്ഷേപിക്കുന്നവർക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അവരുടെ അജ്ഞത ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അജ്ഞത. ചരിത്രരേഖകൾ പഠിക്കില്ല, സീരിയസ് ആയിട്ടുള്ള വീഡിയോ കാണില്ല, ദൈവശാസ്ത്രം പഠിക്കില്ല. വെറുതെ അവരുടെ യുക്തിയിലുള്ള സംഗതികൾ മാത്രം വെച്ചിട്ട് ആ യുക്തിക്ക് പോലും യുക്തിയില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഖണ്ഡിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയൂ എറണാകുളത്തെ. പിന്നെ നിങ്ങൾ കൽദായ കുഞ്ഞുങ്ങൾ എന്ന് ആക്ഷേപിക്കുമ്പോൾ അത് നിങ്ങൾക്കെതിരെ നടത്തുന്ന പരിഹാസമാണ്. കാരണം നിങ്ങളും കൽദായ കുഞ്ഞുങ്ങളാ, നിങ്ങളും കൽദായ സുറിയാനിക്കാരാ. എറണാകുളത്തെ വിമതരുടെ മുന്നേറ്റക്കാരുടെ ഞാൻ പറയണേ. അതുകൊണ്ട് സീറോ മലബാർ സഭ കൽദായ സുറിയാനി കത്തോലിക്ക സഭയാണ്. എല്ലാ രേഖകളും, സഭാരേഖകളും ചരിത്രരേഖകളും അതാണ് തെളിയിക്കുന്നത്. മറിച്ച് തെളിയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എറണാകുളം വിമതരെ, മുന്നേറ്റക്കാരെ, എല്ലാ ചരിത്രരേഖകളും നിങ്ങൾക്കെതിരാണ് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയാണ്. എല്ലാ സഭാരേഖകളും നിങ്ങൾക്കെതിരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നമ്മുടെ സഭയുടെ ചരിത്രവും ദൈവശാസ്ത്രവും ലിറ്റർജിയും അറിയാത്ത കുറച്ച് മെത്രാന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലീസും ഒക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അവർ സത്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് കൊണ്ട് അവർ ജയിക്കില്ല. നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായാലും, മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലീസയും സകല മെത്രാന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടായാലും നിങ്ങൾ ജയിക്കില്ല. കാരണം എന്താ? ചരിത്രവും സത്യവും സഭയും നിങ്ങൾക്കെതിരാണ്. സത്യം ജയിക്കൂ. എത്ര വലിയ ശക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സത്യം മാത്രമേ ജയിക്കൂ, സഭയുടെ സത്യം മാത്രമേ ജയിക്കൂ. അങ്ങനെയുള്ളൊരു സത്യം ജയിക്കൽ ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾ. അതായത് കൽദായ സുറിയാനി കത്തോലിക്കരായി ഞങ്ങൾ. അപ്പോൾ പോരാട്ടമാണോ വേണ്ടത്, സമാധാനം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. പോരാട്ടമാണ് വേണ്ടത്. പൗലോസ് തിമത്തിയസ് എന്ന യുവാവായ മെത്രാനോട് പറഞ്ഞു, നല്ല പോരാട്ടമാണ് ഞാൻ പൊരുതിയത്. 2 തിമത്തി 4:7. നല്ല പോരാട്ടം, അതാണ് ഞാൻ പൊരുതിയത് പൗലോസ് പറയാ. എന്നിട്ട് അദ്ദേഹത്തോട് പൗലോസ് പറയാണ്, തിമത്തിയോസിനോട് പറയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നീ പൊരുതുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് മല്ലയുദ്ധം എന്നാണ്. റെസ്ലിംഗ്, മല്ലയുദ്ധമാണ് വിശ്വാസം. പോരാടി ജയിക്കേണ്ടതുണ്ട്. പൈശാചിക ശക്തികൾക്കെതിരെയുള്ള മല്ലയുദ്ധമാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടം. എറണാകുളം അങ്കമാലി അതിരൂപതയെ നിങ്ങളും കൽദായ സുറിയാനി കത്തോലിക്ക സഭയിലുള്ളതാണ്, കൽദായ സുറിയാനി കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ളതാണ്. അത് പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ അന്ധത ബാധിച്ചിരിക്കുന്നു. ആ അന്ധത മാറ്റാനുള്ള മരുന്ന് നിങ്ങൾക്ക് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ആ അന്ധത മാറ്റിയിട്ടേ ഞങ്ങൾ അടങ്ങൂ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.